നമസ്കാരം. ഒരു രാജ്യത്ത് ഒരു തിരഞ്ഞെടുപ്പ് ഉണ്ടാകുക, ആ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിപ്പിക്കുക, ആ വിജയം നേടിയെടുത്തതിന് ശേഷം അധികാരത്തിലേക്ക് എത്തുക എന്നുള്ളത് ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും ആഗ്രഹമാണ്. അവർ അങ്ങനെ തന്നെയാണ് എപ്പോഴും കാക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും ജനങ്ങൾക്ക് മുമ്പിൽ വാഗ്ദാനങ്ങൾ നൽകി അവർ രാഷ്ട്രീയക്കാർ ഇങ്ങനെ വോട്ട് നേടാനുള്ള ശ്രമങ്ങൾ, തന്ത്രങ്ങൾ നടത്തുന്നത്. പാവപ്പെട്ട ജനങ്ങൾ അതിനകത്ത് വീണുപോകുന്നു എന്നുള്ളത് വസ്തുതയാണ്. ഇപ്പോൾ ഇവിടെ ഇന്ത്യയുടെ അധികാരം പിടിക്കാൻ വേണ്ടി എന്തൊക്കെയാണ് കോൺഗ്രസ് അടക്കമുള്ളവ പരീക്ഷിച്ചിരിക്കുന്നത്. കോൺഗ്രസ് ഇത്തവണ പരീക്ഷിച്ച് ഏറെക്കുറെ വിജയിച്ച ഒരു തന്ത്രമാണ് സൗജന്യ വാഗ്ദാനങ്ങൾ, അതായത് ഫ്രീബീസ്. അതായത് തമിഴ്നാട്ടിലാണ് ഫ്രീബീസ് സംസ്കാരം ആദ്യം തുടങ്ങിയതെന്ന് പറയേണ്ടിയിരിക്കുന്നു. തമിഴ്നാട്ടിൽ ജോലി ചെയ്തിരുന്ന പലർക്കും അത് നേരിട്ട് കണ്ടിട്ടുള്ള അനുഭവങ്ങളുണ്ട്. കാശുകൂടാതെ വോട്ടർമാർക്ക് TV, സൈക്കിൾ, തയ്യൽ മെഷീൻ, എന്തിനേറെ കമ്മൽ വരെ ഈ രാഷ്ട്രീയ പാർട്ടികൾ വോട്ടിന് വേണ്ടി കൊടുക്കും എന്നുള്ളതാണ്. അതേ ഫ്രീബീസ് തന്ത്രം വഴിയാണ് കെജ്രിവാളിന് അറിയാമല്ലോ. അതെ, ഇപ്പോൾ അഴിമതി കേസിൽ അകത്ത് കിടക്കുന്ന കെജ്രിവാൾ ഡൽഹി ഭരണം പിടിച്ചെടുത്തത് എങ്ങനെയാണ്? ഇതേ നാണയം വെച്ചിട്ടാണ്. ഇത് കണ്ടാണ് സൗജന്യ കിറ്റ് കൊടുത്ത് പിണറായി വിജയൻ ഇവിടെ കേരളത്തിൽ തുടർഭരണം പിടിച്ചത് എന്നതും മറന്നുപോകരുത്. ഇപ്പോഴത്തെ കർണാടക കോൺഗ്രസ് സർക്കാരും ഭരണം പിടിച്ചത് എങ്ങനെയാണ്? ഇതേ ഫ്രീ ബൈസ് സംവിധാനം അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര, ഓരോ കുടുംബത്തിൻ്റെയും ബാങ്ക് അക്കൗണ്ടിൽ എല്ലാ മാസവും നിശ്ചിത തുക, അധികാരം കിട്ടാൻ വേണ്ടി എന്തും വിളിച്ചു പറയുക, നടപ്പാക്കാൻ കഴിയാത്ത വാഗ്ദാനങ്ങൾ പോലും ഇങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെയുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുന്നു എന്ന തന്ത്രം കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നന്നായി ഉപയോഗിച്ചു എന്നുള്ളതാണ് വസ്തുത. രാഹുൽ ഗാന്ധി അധികാരത്തിൽ വന്നാൽ ഇന്ത്യയിലെ എല്ലാ സ്ത്രീകൾക്കും ഒരു വർഷം 1 ലക്ഷം രൂപ വെച്ച് കൊടുക്കും എന്ന് പറഞ്ഞു. ഒരാൾക്ക് 2 ഭാര്യമാരുണ്ടെങ്കിൽ 2 ലക്ഷം രൂപ കൊടുക്കും എന്നുവരെ പ്രചാരണം നടത്തി എന്നുള്ളതാണ്. ഉത്തർപ്രദേശിലൊക്കെ പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് തുറക്കാൻ സ്ത്രീകൾ വെളുപ്പിന് 3 മണി മുതൽ ക്യൂ നിൽക്കുകയായിരുന്നു എന്നുള്ള വാർത്തകളടക്കം ആ കാലത്ത് വന്നിരുന്നു. ഈ പ്രചാരണം കോൺഗ്രസിന് ശരിക്കും സഹായിച്ചു എന്ന് വേണം ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനും കരുതുവാനും. കാരണം സാധാരണക്കാർക്ക് അറിയില്ലല്ലോ ഈ പറഞ്ഞ വാഗ്ദാനങ്ങൾ നടപ്പാക്കാൻ പറ്റുന്നതാണോ അല്ലയോ എന്നൊക്കെ. കാരണം ഇതൊന്നും നടപ്പിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. കോൺഗ്രസ് ഭരിക്കുന്ന ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് 1 ലക്ഷം രൂപ വെച്ച് എല്ലാവരുടെയും അക്കൗണ്ടിൽ കൊടുക്കുന്നുണ്ടോ? ഇതൊന്നും സത്യത്തിൽ സാധാരണക്കാർ ചിന്തിക്കുക പോലുമില്ല. രാഹുൽ ഗാന്ധി തരാമെന്ന് പറഞ്ഞ 1 ലക്ഷം രൂപ ചോദിച്ച് സ്ത്രീകൾ ഉത്തർപ്രദേശിലെ കോൺഗ്രസിൻ്റെ ആസ്ഥാന മന്ദിരങ്ങളുണ്ടല്ലോ, കോൺഗ്രസിൻ്റെ ഓഫീസിൻ്റെ മുന്നിൽ നിൽക്കുന്ന വാർത്തകളടക്കം എല്ലാ ദേശീയ മാധ്യമങ്ങളിലും ഇന്നുണ്ട് എന്നുള്ളതാണ്. ഇത്തരം ഫ്രീബീസ് കൊണ്ട് അധികാരം പിടിച്ചാൽ രാജ്യത്തിന് എന്ത് സംഭവിക്കുമെന്ന് സുപ്രീം കോടതി തന്നെ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഫ്രീബീസ് ആർ എക്സ്റ്റെൻഡഡ് യൂസിങ് ടാക്സ് പേയേഴ്സ് മണി ആൻഡ് മേ പുഷ് ദ സ്റ്റേറ്റ് ടുവാർഡ്സ് ഇമിനന്റ് ബാങ്ക്രപ്റ്റസി. പക്ഷേ അധികാരം കിട്ടാൻ എന്തും ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി തകർന്ന് ശ്രീലങ്ക പോലെയും പാകിസ്ഥാൻ പോലെയും ആയാൽ എന്ത്? സർക്കാരിൻ്റെ പണം കയ്യിലില്ലെങ്കിൽ കമ്മട്ടമെടുത്ത് നോട്ടടിച്ച് വിതരണം ചെയ്യണമെന്ന് പറയപ്പെടുന്ന അന്തം കമ്മി സാമ്പത്തിക വിദഗ്ധരൊക്കെയാണ് ഈ ഇന്ത്യ മുന്നണിയുടെ നേതാക്കൾ എന്നുള്ള കാര്യം ഓർക്കണം. അതുകൊണ്ട് ഇതൊക്കെയേ സംഭവിക്കൂ. കോൺഗ്രസ് ഭരണത്തിലാണ് ഇന്ത്യ സാമ്പത്തികമായി തകർന്ന് അവസാനം സ്വർണം കൊണ്ട് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ പണയം വെച്ച് ഇറക്കുമതിക്ക് ആവശ്യമായിട്ടുള്ള പണം അത് കണ്ടെത്തേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായത്. PV നരസിംഹറാവുവും മൻമോഹൻ സിംഗും കൂടിയാണ് ഇന്ത്യയെ നശിച്ച സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് രക്ഷിച്ചത് എന്നുള്ളതുകൊണ്ട് മറക്കുന്നില്ല. ഇപ്പോൾ ഇന്ത്യ സാമ്പത്തികമായി ശക്തമായ നിലയിലാണ്. ആ ഇന്ത്യയെ സോഷ്യലിസ്റ്റ് നയം നടപ്പാക്കി വീണ്ടും 1990കളിലേക്ക് കൊണ്ടുപോകാനാണ് കോൺഗ്രസ് അടക്കം ശ്രമിക്കുന്നത്. പക്ഷേ അത് വലിയ രീതിയിൽ വിജയിച്ചില്ല. പക്ഷേ ഈ ഫ്രീബീസ് സംസ്കാരം വഴി ജനങ്ങളെ സ്വാധീനിക്കുവാൻ ഇങ്ങനെ രാഷ്ട്രീയ കക്ഷികൾക്ക് ഇപ്പോഴും കഴിയുന്നു എന്നത് സങ്കടകരമാണ്, ലജ്ജാകരമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. നികുതി അടയ്ക്കുന്നവൻ്റെ പണം പ്രൊഡക്റ്റീവ് കാര്യങ്ങൾക്ക് പകരം വെറുതെ എടുത്തു കൊടുക്കുന്ന നയം ആ നാടിൻ്റെ സമ്പദ് വ്യവസ്ഥയെ തകർത്ത് തരിപ്പണമാക്കുക തന്നെ ചെയ്യും. ഇന്ത്യ ഇത്തവണ അതിൽ നിന്ന് രക്ഷപ്പെട്ടു എങ്കിലും ഇനിയുള്ള തിരഞ്ഞെടുപ്പുകളിലും തുടരാൻ സാധ്യത ഇത് ഏറെയാണ്. ഇത്തരത്തിലുണ്ടാവുക തന്നെ ചെയ്യും. ഫ്രീബി സംസ്കാരം വഴി തിരഞ്ഞെടുപ്പിൽ വിജയിക്കുവാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ കഴിഞ്ഞേക്കാം ഏത് രാഷ്ട്രീയ പാർട്ടിക്കും, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ അത് രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു ആഘാതമുണ്ടല്ലോ, ആ ആഘാതം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതായിരിക്കുമെന്ന് പറയേണ്ടിയിരിക്കുന്നു. രാജ്യവും രാജ്യ താല്പര്യവും ഒക്കെ രണ്ടാമത് എന്ന് കരുതുന്നവരിൽ നിന്ന് അത്തരം ജാഗ്രത ഒരിക്കലും ഉണ്ടാകില്ല. നിയമം മൂലം ഇത്തരം ഫ്രീബീസ് സംസ്കാരം അവസാനിപ്പിക്കുവാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അത്തരത്തിലുണ്ടാകണം. ജനങ്ങളെ ബോധവാന്മാരാക്കുക എന്നതൊന്നും ഈ വിഷയത്തിലൊരു പരിഹാരമല്ല എന്ന് പറയട്ടെ. എന്തും വെറുതെ കിട്ടിയാൽ വാങ്ങാമെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക് നമ്മുടെ ജനങ്ങളെ കൊണ്ട് തള്ളിവിടുന്നത് രാഷ്ട്രീയക്കാരാണ്. എന്ത് നേട്ടവും കൊയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണെങ്കിലും ശരി, ഇങ്ങനെ ഇത്തരത്തിലുള്ള ഒരു വിപണന തന്ത്രം ഉപയോഗിച്ചുകൊണ്ട് വോട്ട് നേടിയെടുക്കുവാനുള്ള തന്ത്രം നടത്തുന്ന നമ്മുടെ രാഷ്ട്രീയക്കാരെ ഇവിടുത്തെ സാധാരണ ജനങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. വാഗ്ദാനങ്ങളല്ല ജനങ്ങൾക്ക് നൽകേണ്ടത്. അവരുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി, അവരുടെ വേദനകൾ മനസ്സിലാക്കി, അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി
അതിന് പരിഹാരമാണ് വേണ്ടത്. വാഗ്ദാനങ്ങൾ മറന്നേക്കൂ, പരിഹാരങ്ങൾ ഉണ്ടാക്കൂ.